ഹായ്, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീനെ പറ്റിയിട്ടാണ്. അതിനു മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കണ്ടത്. ഞാൻ ലക്ഷ്മി കൃഷ്ണ, സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോസ് ഒക്കെ കണ്ടു നോക്കിയിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് വീഡിയോ ഇട്ടെടുക്കാം. എന്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റൂട്ടീൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഡബിൾ ക്ലെൻസിങ്ങിലൂടെയാണ്. അതായത് ഒരു ഓയിൽ ബേസ്ഡ് ക്ലെൻസറും പിന്നെ ഒരു സാലിസിലിക് ആസിഡ് ഫേസ് വാഷും വെച്ചിട്ടാണ് എന്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും ഡൗട്ട് വരുന്നതാണ് നമ്മൾ ഡബിൾ ക്ലെൻസ് ചെയ്യുമ്പോൾ ക്ലെൻസിങ് ഓയിൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. ഇത് ഞാൻ അതും കൂടെ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മുടെ കൈ എപ്പോഴും ക്ലീനും ഡ്രൈയും ആയിരിക്കണം. ഞാൻ കൈ കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ അതിന് മുന്നേ നമ്മൾ ആദ്യം ഒരു ഹെയർ ബാൻഡ് ഇടാൻ ശ്രദ്ധിക്കാം. ഞാനത് മറന്നുപോയി. എനിക്ക് ഹെയർ ബാൻഡ് ഇടുന്നതെന്ന് വെച്ചാൽ മുടിയിലോട്ട് അധികം സംഭവങ്ങളൊന്നും പോകുന്ന എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഹെയർ ബാൻഡ് ഇട്ടു. ഇനി ഡബിൾ ക്ലെൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. കൈ എപ്പോഴും ക്ലീൻ ആയിരിക്കണം, ഡ്രൈ ആയിരിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും പമ്പ് ക്ലെൻസിങ് ഓയിൽ നമുക്ക് എടുക്കാം. ഞാനിപ്പോ 2 പമ്പേ എടുക്കുന്നുള്ളൂ. ബിക്കോസ് എന്റെ ഫേസിൽ അധികം മേക്കപ്പ് ഒന്നുമില്ല, സൺസ്ക്രീൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നന്നായിട്ട് എടുത്തിട്ട് കയ്യിലൊന്ന് എമിൾസിഫൈ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ഫേസിലോട്ട് പോവാം. കഴുത്ത് ഒരിക്കലും മറക്കല്ലേ. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ നോർമലി കണ്ണും ലിപ്സ്റ്റിക്കും അവസാനം റിമൂവ് ചെയ്യാറില്ല. കാരണം അതിപ്പോ നമ്മൾ ഫസ്റ്റ് തന്നെ റിമൂവ് ചെയ്ത് അത് നമ്മൾ ഫേസിൽ മൊത്തം ഇട്ട് ഇത് ചെയ്യും. എനിക്കത് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ അത് അവസാനം ചെയ്യാറുള്ളൂ. സോ അത്യാവശ്യം മെൽറ്റ് ആയിട്ടുണ്ട് എന്റെ സൺസ്ക്രീൻ അല്ല. ഇനി ഞാൻ കണ്ണിലോട്ട് പോകാം. കണ്ണിൽ ഒരുപാട് ഉണ്ടാവില്ല, ചില കുറച്ച് ഐലൈനർ കാണും. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഞാൻ എടുത്തേക്കുന്നത് ഫേസ് ഷോപ്പിന്റെ ക്ലെൻസിങ് ഓയിലാണ്. ഇത് കണ്ണ് അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല കേട്ടോ. ഞാൻ പറയാൻ മറന്നുപോയതാണ്. ഇത് നോട്ട് കോവിഡോജനിക് ആണ്. ഇത് തേച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓയിലി ആക്നെ പ്രോൺ സ്കിൻകാർക്ക് അങ്ങനെ ബ്രേക്ക്ഔട്ട്സ് ഒന്നും വരാനായിട്ട് കൊള്ളാം. ലാസ്റ്റ് ലിപ്സ്റ്റിക്. ഞാൻ മാറ്റ് ഫിനിഷ് ഇട്ടേക്കുന്നതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് ചില സമയത്ത് ഒരു പമ്പും കൂടെ വേണ്ടി വരും. ഞാൻ കുറച്ചൊരു പമ്പും കൂടെ എടുക്കാറുണ്ട്. ഇപ്പൊ എന്നെ കണ്ടാൽ ബോധത്തിന്റെ കണക്കിരിക്കും. ഇനി ഞാൻ ഒരു കാര്യം ചെയ്തിട്ട് ഇപ്പൊ വരാം. ഞാൻ എന്ത് ചെയ്യാൻ പോയെന്ന് വെച്ചാൽ ഞാൻ കൈ ഒന്ന് വെറ്റ് ചെയ്യാൻ പോയാണ്. എന്നിട്ട് ഈ വെറ്റ് ആക്കിയ കൈയോടെ നമുക്ക് ഒന്നും കൂടെ ഫേസ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാം. ഇപ്പൊ നമ്മൾ നന്നായിട്ട് ഇതിനെ ഇമ്പൾസിഫൈ ചെയ്തു. ഇനി നമ്മൾ നന്നായിട്ട് വെള്ളം വെച്ച് കഴുകുക. വെള്ളം വെച്ച് കഴുകുമ്പോൾ ഒരു തുള്ളി പോലും കയ്യിൽ നിന്ന് നമ്മൾ ഫേസ് വാഷ് കഴിയുമ്പോഴത്തേക്ക് ഇവന് വെള്ള കളർ വന്നോണ്ട് ആ വെള്ള കളർ കംപ്ലീറ്റ്ലി മാറുന്നവരെ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക. അപ്പൊ ഞാൻ ഫേസ് വാഷ് ചെയ്തു നന്നായിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്റെ മുഖത്ത് അധികം ഇതൊന്നുമില്ല, എന്താ പറയുന്നത്, വെള്ളം മാത്രമേ ഉള്ളൂ. ഒരു വെള്ള പത അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുവരെ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കളയുക. അതിനുശേഷം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇൻ കേസ് നിങ്ങൾ ഹെവി ആയിട്ടുള്ള ഐ മേക്കപ്പ്, മസ്കാരാസ്, ഐലൈനർ, വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്താൽ മാത്രം അത് കഴുകി പോകണം എന്നില്ല. ആ സമയത്ത് ഇതുപോലെ ചെറിയൊരു മിസലർ വാട്ടർ എന്തെങ്കിലും കയ്യിൽ കരുതുന്നത് നല്ലതാണ്. ഇതിപ്പോ മേബ്ലിന്റെ ഐ പ്ലസ് ലിപ് മേക്കപ്പ് റിമൂവർ ആണ്. ഞാൻ ചില സമയത്ത് ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഫംഗ്ഷനൊക്കെ പോകുന്നു, അങ്ങനെ ഹെവി ആയിട്ട് എന്തെങ്കിലും കണ്ണിലിടുന്നു എന്നുള്ള സമയങ്ങളിൽ ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഞാനിപ്പോ ചിലപ്പോൾ ക്ലെൻസിങ് ഓയിൽ ചെയ്തിട്ടും എന്റെ കണ്ണിലെ കരി പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് കോട്ടൺ ബോളിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്യും. ഇപ്പൊ എല്ലാം പോയോണ്ട് ഞാൻ യൂസ് ചെയ്യണില്ല. അപ്പൊ അതിനുവേണ്ടി ഇതൊന്ന് യൂസ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് നമ്മുടെ ഫേസ് വാഷ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമക്കോഡ 1% സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണ്. അപ്പോ അത് കുറച്ച് എമൗണ്ട് എടുക്കുക. ദെൻ കയ്യിൽ നന്നായി, ഇപ്പൊ നമുക്ക് ഓൾറെഡി നമ്മുടെ ഫേസിൽ ഒരു വെറ്റ്നെസ് ഉണ്ടല്ലോ, അപ്പൊ കയ്യിലും ഉണ്ടാവില്ല. അപ്പൊ അത് വെച്ചിട്ട് എമൾസിഫൈ ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എനിക്ക് എവിടെയൊക്കെയാണ് ഓയിൽ പ്രൊഡക്ഷൻ കൂടുതൽ, വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കൂടുതൽ, പിമ്പിൾസിന്റെ കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് ഇല്ലേ, പിമ്പിൾസ് അല്ല മറ്റേ കുഞ്ഞു കുഞ്ഞു പൊങ്ങല്, അത് എവിടെയൊക്കെയാണോ കൂടുതൽ ആ ഭാഗങ്ങളിലായിരിക്കും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത്. എനിക്ക് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ്. ദെൻ ഈ ഒരു ഭാഗം
അപ്പൊ ഇത്രയും ഭാഗത്ത് ഞാൻ ഓക്കെ ജസ്റ്റ് ഇത്രയും ഭാഗത്തിൽ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തേ ഉള്ളൂ. ഇനി ഞാൻ പോയിന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. അപ്പൊ ഞാൻ ഫേസ് വാഷ് നന്നായിട്ട് ചെയ്തു. ഒരു സ്ഥലം വിട്ടിട്ടില്ല. എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ചെവിയുടെ ഇവിടെ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഹെയർ ലൈനിന്റെ ഭാഗം, ഓക്കെ ഹെയർ ലൈനിന്റെ ഭാഗം, അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന്റെ അടി ഒന്നും ഒരിക്കലും മിസ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ എപ്പോഴും ഫേസ് വാഷ് വാങ്ങിക്കുമ്പോൾ നമ്മൾ കണ്ണ് ഇറിറ്റേറ്റ് ചെയ്യാത്ത ടൈപ്പ് ഫേസ് വാഷ് വാങ്ങിക്കാനും ശ്രദ്ധിക്കുക. ഇനി ഞാൻ എന്റെ ഫേസ് എയർ ഡ്രൈ ചെയ്യാനാണ് എടുക്കുന്നത്. അപ്പൊ അതിനൊരു 1-2 മിനിറ്റ് നമ്മളൊന്ന് കൊടുക്കുമ്പോൾ ഫേസ് ഒന്ന് എയർ ഡ്രൈ ആയിട്ട് കിട്ടും. കാരണം എനിക്ക് കംപ്ലീറ്റ്ലി ഡ്രൈ ആക്കിയാൽ മാത്രമേ നെക്സ്റ്റ് സ്റ്റെപ്പ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് കംപ്ലീറ്റ്ലി എയർ ഡ്രൈ ചെയ്തിട്ട് ഞാൻ വരാം. അപ്പൊ എന്റെ ഫേസിന് നന്നായിട്ട് എയർ ഡ്രൈ ചെയ്തു. എന്തുകൊണ്ടാണ് ഞാൻ ഡ്രൈ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ അടുത്ത് യൂസ് ചെയ്ത് 23% ഉള്ള ഒരു വിറ്റാമിൻ സി ആണ്. ഇത് ശ്രദ്ധിക്കുക. ഇത് കോസ്റെക്സിന്റെ വളരെ ഹൈ പൊട്ടന്റ് ആയിട്ടുള്ള ഒരു വിറ്റാമിൻ സി ആണ്. ഭയങ്കര കോൺസെൻട്രേഷൻ ഉള്ളതാണ്. ഇതിനകത്ത് സൂപ്പർ വിറ്റാമിൻ ഇയും ഹൈലറോണിക് ആസിഡും കൂടെ ഉണ്ട്. ഇത് നമ്മുടെ സ്കിൻ ഇംപ്രൂവ് ഒക്കെ ചെയ്യും. പക്ഷേ ഇത് നിങ്ങൾ ഇതുവരെ വിറ്റാമിൻ സി യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും കുറച്ച് നാളൊക്കെ ആയിട്ട് വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നുള്ള ആൾക്കാരാണെങ്കിലും യൂസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല. ബിക്കോസ് നമ്മളിപ്പോൾ ഒരു പുതിയ സാധനം ഇത്രയും ഹൈ കോൺസെൻട്രേഷൻ ഹൈ പൊട്ടന്റ് ആയിട്ടുള്ള സാധനം ഫേസ് ചെയ്യുമ്പോൾ സ്കിൻ ഇറിറ്റേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അധികം സ്കിൻ കെയർ ചെയ്ത് പരിചയമില്ലാത്ത ആൾക്കാരും റെറ്റിനോളും അങ്ങനത്തെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആക്റ്റീവ്സ് ഒന്നും ഫേസിൽ യൂസ് ചെയ്താത്ത ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പോയിട്ട് ഫസ്റ്റ് ടൈം ചെന്നിട്ട് 1 കിലോ എടുക്കുന്നത് പോലെ അല്ല. 1 kg നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ എടുക്കില്ല. പക്ഷെ അതുപോലെ അല്ല ഈ അതിൻ്റെന്നും ഒരു 100 കിലോ അല്ലെങ്കിൽ നമ്മൾ 50 kg വെയിറ്റ് ലിഫ്റ്റിങ്ങിന് പോകുന്ന അതേ കണക്കിരിക്കും. അപ്പൊ നമുക്ക് 1-2 മാസം ഒരു 2-3 വർഷത്തെ കുറച്ച് ജേർണി ഉണ്ടല്ലേ നമുക്ക് അത്രയും വലിയ വെയിറ്റ് ലിഫ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. എനിക്ക് ആധികാരികമായിട്ട് ആ ജേർണി പറഞ്ഞു തരാനല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളൊരു ജേർണിയിലൂടെ മാത്രമേ നമുക്ക് ഈ സാധനം എടുത്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആരെങ്കിലും ഇത് ഇന്റർനെറ്റിൽ കണ്ടിട്ട് പൊളി സാധനമാണ് എന്ന് പറഞ്ഞ് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറഞ്ഞാൽ വാങ്ങിച്ച് ഉപയോഗിക്കരുത്. നിങ്ങളുടെ സ്കിൻ അത്രയും പ്രിപ്പയർ ആയി നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒരു 15% വരെ വിറ്റാമിൻ സി നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 10% ഒരു 2-3 ഇയർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം. എന്നാലും നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യുക. ഫസ്റ്റ് വീക്കിൽ യൂസ് ചെയ്യുമ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത്. സ്കിൻ ഇറിറ്റേഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ മറക്കരുത്. ഫേസിൽ ആക്റ്റീവ് ആക്നെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൈപ്പ് മുറിവോ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഈ സാധനം ഫേസിലിടാൻ. ഞാൻ ഇത് വളരെ എന്താ പറയുന്നത്, ഇത് ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ച് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇതെന്റെ സെക്കൻഡ് ബോട്ടിലാണ്. ഞാൻ നൈറ്റിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാറുള്ളൂ. സോ എടുക്കുക. ഇതാണ് കാണുമ്പോൾ തന്നെ നമുക്ക് ആ കളർ കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ്. സോ ഭയങ്കര സൂക്ഷിച്ചോടെ ഉപയോഗിക്കാൻ. ഫേസിലിടുക. പിന്നെ ഇത് പൊട്ടിച്ച് 2 മാസം കഴിയുമ്പോൾ തന്നെ ഇത് നമുക്ക് 2 മാസത്തിനുള്ളിൽ നമുക്ക് ഉപയോഗിച്ച് തീർക്കണം. ഇനി ഞാൻ ഇതിന്റെ ഒരു അൺബോക്സിങ് വീഡിയോ അടുത്ത ഓർഡർ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. കാരണം ഇതിന്റെ സെക്കൻഡ് ബോട്ടിലാണ്. അത് എനിക്ക് ആദ്യമേ ഇത് പറഞ്ഞു തരാൻ ഒരു പേടിയായിരുന്നു. കാരണം ഞാൻ പറഞ്ഞിട്ട് ഈ ചിലപ്പോൾ ആ ഷോർട്ടോ അല്ലെങ്കിൽ ആ ഒരു ലോഗോ മാത്രം കണ്ടിട്ട് പോയി 23 ഭയങ്കര റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വാങ്ങിച്ച പണി കിട്ടുമോ എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം എന്നിട്ട് പല ആൾക്കാരും വിറ്റാമിൻ സി എന്ന് പറയുമ്പോൾ തന്നെ വരുന്നത് 20% യൂസ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഇത്തിരി 23 അത് കോസറെക്സ് പോലെയുള്ള ബ്രാൻഡ് നമ്മുടെ സ്നെയിൽ മ്യൂസിനില്ലേ കൾട്ട് ഫേവറേറ്റ് അവരുടെ സാധനമാണിത്. അപ്പൊ അത് വെച്ചിട്ട് ആൾക്കാർ വാങ്ങിക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി അധികം പറയാതിരുന്നത്. പക്ഷെ ഡെഫിനറ്റ്ലി അതിന്റെ പറ്റി ഒരു ഷോർട്ട് വീഡിയോ ലോങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. വിറ്റാമിൻ സിയുടെ വീഡിയോസ് ഇവിടെ കൊടുക്കുക. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാൻ. നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ. പിന്നെ ഇത്രയും ഹൈ കോൺസെൻട്രേഷൻ ആയതിന് തന്നെ ഇത് ഇട്ടിട്ട് ഞാൻ ഒരു 1-2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ബാക്കി സ്കിൻ കെയർ സ്റ്റെപ്പ് ചെയ്യാറുള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എന്റെ പെപ്റ്റൈഡ് 6 പെപ്റ്റൈഡ് സിറം ബൂസ്റ്റർ ആണ്. ഞാൻ നൈറ്റിലെ റെറ്റിനോൾ യൂസ് ചെയ്യുന്ന ആളല്ല. ഒന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ ഞാൻ ഇത്ര ഹൈ കോൺസെൻട്രേഷൻ വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കിപ്പോ കുറച്ച് നാളത്തേക്ക് റെറ്റിനോൾ ഞാൻ ഒഴിവാക്കി നിർത്തിയേക്കാണ് എന്റെ സ്കിന്നിനെ പറ്റി പഠിക്കാനൊക്കെ. സോ റെറ്റിനോൾ ഞാൻ ഇപ്പോൾ ഒരു ലാസ്റ്റ് 3 months ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. അതിന് മുന്നേ ഞാൻ കണ്ടിന്യൂസ് 3 ഇയേഴ്സോളം ഞാൻ റെറ്റിനോൾ ജേർണി 4 ഇയേഴ്സോളം കൊറോണ 2020 തൊട്ട് തന്നെ റെറ്റിനോൾ ജേർണിയിലുള്ള ആളാണ് ഞാൻ. സോ ഞാൻ ഇപ്പോ ഒരു ലാസ്റ്റ് 3 months ആയിട്ട് ഞാൻ റെറ്റിനോൾ സ്റ്റോപ്പ് ചെയ്തേക്കാണ്. റെറ്റിനോൾ ഉപയോഗിച്ചില്ലെങ്കിൽ എന്റെ ഫേസിൽ എന്തൊക്കെ ചേഞ്ച് വരും എന്നുള്ളത് മനസ്സിലാക്കാനും പിന്നെ പെപ്റ്റൈഡ്സ് കൊണ്ട് മാത്രം എങ്ങനെ സ്കിൻ കെയർ സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് 3 months ആയിട്ട് ബ്രേക്ക് എടുത്തേക്കുന്നത്. സോ നെക്സ്റ്റ് കോസറെക്സ്
6 പെപ്റ്റൈഡ് ബൂസ്റ്റ് സീറം ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഞാൻ മോർണിംഗിൽ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി മോർണിംഗ് റൊട്ടീനിൽ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മൾ സാധാരണ വെള്ളമില്ലേ അതേ എനിക്ക് നമുക്ക് തോന്നും. പക്ഷെ ഇതിനകത്ത് 6 പെപ്റ്റൈഡ്സ് ഉണ്ട്. നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട്, സ്കിന്നിൽ ഇപ്പൊ ഒരു ഈവൻ ടോൺ തരാൻ, കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട്, നമ്മള് ഈ എന്താ പറയുന്നത് ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ ഇതെല്ലാം മാറ്റാനായിട്ട് ഈ ഒരു ടോണർ ഹെൽപ്പ് ചെയ്യും. ഇതൊരു സിറം ആണെന്ന് പറയത്തില്ല, ഇതൊരു സിറം ടോണർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് അങ്ങനെയുള്ളതാണ്. ഒരിക്കലും ഇതൊരു മൾട്ടി പെപ്റ്റൈഡ് സിറം അല്ല, ഇതൊരു ടോണർ ടൈപ്പ് കൺസിസ്റ്റൻസിയിലുള്ള സാധനമാണ്. അടുത്ത മൂന്നാമത്തെ അപ്ലിക്കേഷൻ വീഡിയോയിൽ വരുന്നതാണ് ആംപ്യൂൾ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മോർണിംഗിൽ യൂസ് ചെയ്യുന്ന ആംപ്യൂൾ ഇതല്ല. അത് മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അത് ഈ ഒരു ബ്രൈറ്റനിങ് ആംപ്യൂൾ ആണ്. നൈറ്റിലാണ് ഞാൻ ഈ ഒരു ആംപ്യൂൾ യൂസ് ചെയ്യുന്നത്. കാരണം നൈറ്റ് നമ്മുടെ സ്കിൻ ഉറങ്ങാൻ വേണ്ടിയിട്ടും ട്രീറ്റ്മെന്റിനും ഒക്കെ ഇതായിട്ട് നിൽക്കുന്നതാണ്. അപ്പം നമ്മൾ നൈറ്റിനകത്തുള്ള ഞാൻ ഹൈ കോൺസെൻട്രേഷൻ വിറ്റാമിൻസ് യൂസ് ചെയ്യുന്നത് എന്റെ സ്കിൻ ഒന്ന് കാം ആക്കാൻ എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ സിൻഡലയുടെ ഈ ഒരു ആംപ്യൂൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സ്കിന്നിൽ നിന്ന് കാം ആക്കാനായിട്ടും നമ്മൾ മോർണിംഗിൽ സൺ ഡാമേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നിന്ന് റിപ്പയർ ആക്കാനും ഒക്കെ ഈ ഒരു സാധനം ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് എന്തെങ്കിലും പിമ്പിൾസ്, ബ്ലെമിഷസ്, സ്കിൻ ബാരിയർ ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംപ്യൂളാണ് ഇത്. പിന്നെ എല്ലാവർക്കും ഡൗട്ടാണ് ആംപ്യൂളും സിറവും തമ്മിലുള്ള വ്യത്യാസം. സിറത്തിനേക്കാളും കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ആണ്, പക്ഷെ ലൈറ്റ് വെയിറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ആംപ്യൂൾ. നിങ്ങൾക്കറിയാം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ആംപ്യൂൾ അല്ല എന്ത് സാധനം ഉപയോഗിച്ചിട്ട് ഇതിന്റെ പെപ്പറ്റ് ഒരിക്കലും നമ്മുടെ ഫേസിൽ തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതൊരു ക്ലീൻനെസ് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ ഫേസിൽ ഓൾറെഡി നമ്മളിപ്പോൾ 2-3 സാധനം ഇട്ടില്ലേ, അതിന്റെ മുകളിൽ നമ്മൾ പെപ്പറ്റ് തൊട്ടിട്ട് വീണ്ടും അതിനകത്തോട്ടിട്ടാൽ ബാക്ടീരിയ വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരുപാട് ആക്നെ പ്രോൺ സ്കിൻകാർക്കൊക്കെ ബെസ്റ്റ് വേ ആണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും നല്ലതാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. ആംപ്യൂൾ യൂസ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന 2 പെപ്റ്റൈഡ്സ് ആണ്. ഒന്ന് ആർഗലൈന്റെ 10%, പിന്നെ മിനിമലിസ്റ്റിന്റെ മൾട്ടി പെപ്റ്റൈഡ്. ഇത് രണ്ടും എന്റെ നൈറ്റിലെ പെപ്റ്റൈഡ്സ് ആണ്. എനിക്കൊന്ന് മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനിൽ ഞാനിത് പറഞ്ഞാണ്. മോർണിംഗിൽ ഞാൻ മൾട്ടി പെപ്റ്റൈഡ് യൂസ് ചെയ്തിട്ടില്ല, നൈറ്റിൽ ആണ് ഞാൻ ആ മിനിമലിസ്റ്റ് മൾട്ടി പെപ്റ്റൈഡ് യൂസ് ചെയ്യാറ്. സോ എനിക്ക് എവിടേക്കാണോ ഫൈൻ ലൈൻസും റിങ്കിൾസും വരുന്നത് അവിടെയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ്. എനിക്ക് നെറ്റിയിലും പിന്നെ ഈ ഒരു ഭാഗത്തും പിന്നെ ഇവിടെ രണ്ടുമാണ് വരുന്നത്. അപ്പൊ ഞാൻ ഇവിടെയാണ് കൂടുതലായിട്ടും ഈ എല്ലാ പെപ്റ്റൈഡ് സിറംസും ഫോളോ അപ്പ് ചെയ്യാറ്. എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട്. പിന്നെ എൻ്റെ കഴുത്ത് മറക്കരുത്. കാരണം നമ്മുടെ എന്താ പറയുന്നത്, കഴുത്തിലും ഫൈൻ ലൈൻസ് പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്. സോ കഴുത്തിലും അത് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് റെറ്റിനോൾ ഒന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഒരു മൾട്ടി പെപ്റ്റൈഡ് വാങ്ങിയിട്ട് കഴുത്തിൽ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നെക്സ്റ്റ് ഞാൻ എൻ്റെ മൾട്ടി പെപ്റ്റൈഡ് യൂസ് ചെയ്യും, മിനിമലിസ്റ്റിന്റെ. നിങ്ങൾക്ക് ഇത്രയും ഒരുപാട് പെപ്റ്റൈഡ്സ് ഒന്നും യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ ഈ ഒരു ഒറ്റ മൾട്ടി പെപ്റ്റൈഡ്, അത് റെറ്റിനോളിന്റെ കൂടെ യൂസ് ചെയ്താൽ ഡബിൾ ബെനിഫിറ്റ് കിട്ടും. പെപ്റ്റൈഡ്സ് നമ്മുടെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട്, ഫൈൻ ലൈൻസ് റിങ്കിൾസും കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആന്റി ഏജിങ് ഏത് സ്കിൻകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ സെൻസിറ്റീവ് ആയിക്കോട്ടെ, ആക്നെ പ്രോൺ ആയിക്കോട്ടെ, നിങ്ങൾക്ക് റെറ്റിനോൾ യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരായിക്കോട്ടെ, പ്രഗ്നൻസി സമയത്തായിക്കോട്ടെ ഒക്കെ യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഈ ചെയ്തേക്കുന്നതെല്ലാം പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു. നിങ്ങളിപ്പോൾ ഓൾറെഡി ശ്രദ്ധിച്ചാൽ ഞാൻ ഒരു അണ്ടർ ഐ ക്രീംസ് യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എല്ലാ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസും അണ്ടർ ഐ ഏരിയാസിലോട്ട് മാക്സിമം അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. വിറ്റാമിൻസ് ഞാൻ അധികം കൊടുക്കാറില്ല. നൈറ്റിലെ വിറ്റാമിൻസ്, മോർണിംഗിലെ വിറ്റാമിൻസ് ഞാൻ കൊടുക്കാറുണ്ട്. സോ അടുത്തത് എൻ്റെ ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് ക്രീം. എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഫേസിൽ, നിങ്ങൾ ചിലപ്പോൾ വീഡിയോയിൽ കാണുന്നില്ലെങ്കിലും എൻ്റെ ഫേസിൽ ഏറ്റവും കൂടുതലുള്ളതാണ് ഡാർക്ക് സ്പോട്ട്. അതെനിക്ക് വർഷങ്ങളായിട്ടുള്ളതാണ്. ഞാൻ ഇനി എനിക്ക്
കാരണം ഞാൻ പറയുന്നത് ചില സാധനം നമ്മൾ എത്ര സ്കിൻ കെയർ ചെയ്താൽ നമുക്ക് അതിന്റെ ഇന്റൻസിറ്റി കുറച്ച് വരാനേ പറ്റും. അങ്ങനെ കുറച്ച് കൊണ്ടുവന്ന ഡാർക്ക് സ്പോട്ട് ആണ്. കാരണം എനിക്ക് കുഞ്ഞില് തന്നെ ഫേസിൽ ഭയങ്കരമായിട്ട് ഡാർക്ക് സ്പോട്ട്സ് വന്ന് ഈ ഫ്രിക്കിൾസ് വരുന്ന ഒരാളാണ് ഞാൻ. പെട്ടെന്ന് എനിക്ക് സൺ ഡാമേജ് ഉണ്ടാക്കും. സോ അതുകൊണ്ട് മേ ബി എന്റെ അമ്മയും അമ്മൂമ്മയൊക്കെ അമ്മയും അത് അച്ഛന്റെ ഫാമിലിയൊക്കെ മെലാസ്മ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കും ഹെറിഡിറ്റി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്കിൻ കെയർ കൊണ്ട് ഒതുക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഞാൻ എന്തെങ്കിലും ലേസർ ട്രീറ്റ്മെന്റ് നടത്തി അത് മാറ്റും, അതേ എനിക്ക് ഓപ്ഷൻ. എന്നാലും ഈ സാധനം എനിക്ക് നന്നായിട്ട് പിഗ്മെന്റേഷൻ അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്റെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ഒരു നല്ല രീതിയിൽ പിഗ്മെന്റേഷൻ ഉള്ളതാണ്. ഞാൻ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്താൽ അല്ലെങ്കിൽ വേണ്ട സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്താൽ തന്നെ അതിന്റെ ഇന്റൻസിറ്റി പെട്ടെന്ന് കൂടുകയും ചെയ്യും. സോ ഞാൻ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാറില്ല. അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീം ഇതാണ്. പിന്നെ ഞാൻ പറഞ്ഞ 2 ക്രീം വേറെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ട് അതിന്റെ വീഡിയോ ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം. മോർണിംഗ് സ്കിൻ കെയറിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതിനെ പറയുന്നില്ല. ഇത് ആക്സസ് ഫൈയുടെ ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് ക്രീമാണ്. അടുത്ത നെക്സ്റ്റ് മോയിസ്ചറൈസർ. നൈറ്റിൽ ഞാൻ യൂസ് ചെയ്യുന്ന 2 മോയിസ്ചറൈസേഴ്സ് ആണ്. ഐ മീൻ 2 ടൈപ്പ് ആയിരിക്കും, മാറി തിരിഞ്ഞാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് ഗ്ലോ ക്രീമും പിന്നെ ഒന്നും കൂടി ഞാൻ കാണിച്ചു നമ്മുടെ ക്ലേക്കോടെ സ്ലീപ്പിംഗ് മാസ്കും ആണ്. ഇത് രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്യാറ് നൈറ്റിൽ. രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും യൂസ് ചെയ്യാറ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്, നമ്മുടെ എന്താ പറയുന്നത് ആക്സസ് ഫൈയുടെ ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിന് സ്പാച്ചുലേക്ക് ഉണ്ട്. എപ്പോഴും സ്പാച്ചിൽ ഉണ്ടെങ്കിൽ സ്പാച്ചിൽ ഇട്ടെടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ മോർണിംഗിൽ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചപ്പോൾ സ്പാച്ചിൽ കാണിച്ചിട്ടില്ല. പക്ഷെ മാക്സിമം സ്പാച്ചിലേറ്റ് എടുക്കുന്നതാണ് നമുക്കൊരു ഹൈജീൻ പ്രോസസ്സിന് നല്ലത്. കാരണം സ്പാച്ചിൽ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൈ തട്ടത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതുപോലെ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റഡ് ആണ്. ഒരു പരിധി വരെ ഡാർക്ക് സ്പോട്ടിന് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതോടുകൂടി ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തത് ലിപ് ബാം. ഞാൻ നൈറ്റിൽ യൂസ് ചെയ്യുന്ന ലിപ് ബാമിൽ SPF ഉണ്ടാവാറില്ല. എനിക്ക് അധികം ലിപ് ഡാർക്ക്നെസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ പിഗ്മെന്റേഷൻ കറക്ഷൻ ലിപ് ബാമാണ് യൂസ് ചെയ്യാറ് നൈറ്റ്. ഇത് മിനിമലിസ്റ്റ് അസ്കോർബിക് ആസിഡ് പിഗ്മെന്റ് ലിപ് ബാം ആണ്. ഞാൻ ലാസ്റ്റ് എന്റെ ലിപ് ബാമിന്റെ വീഡിയോയിൽ പറഞ്ഞു എന്റെ കയ്യിൽ നല്ലതില്ല, അപ്പൊ ഞാൻ പുതിയത് വാങ്ങിച്ചിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇത് തുറന്ന് 6 മന്ത്സിനുള്ളിൽ നമ്മൾ യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഓക്സിഡൈസ് ആയിപ്പോവും. സോ ഇതിന്റെ കൺസിസ്റ്റൻസി ലൈക്ക് ലിറ്ററലി ഇന്ന് വന്നതേ ഉള്ളൂ. നോർമലി ഞാൻ യൂസ് ചെയ്യാറ് എൻ്റെ ഹൈഫന്റെ ആണ്. അതിപ്പോ ഞാൻ തീർന്നു ബോക്സ്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇതൊരു കുറച്ച് തിക്കുമാണ്, എന്നാൽ നമുക്ക് ഹൈഡ്രേഷനും തരും, എന്നാൽ നമ്മുടെ എന്താ പറയുക ലിപ്പിന് ആ ഡാർക്ക്നെസ് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ലിപ്പിട്ട് പറഞ്ഞുതരാം, അല്ലെങ്കിൽ മനസ്സിലാവില്ല. നിങ്ങളുടെ ലിപ്പിന് എന്തെങ്കിലും കട്ടോ ഇറിറ്റേഷൻസോ സെൻസിറ്റീവോ ഒക്കെ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്ക് പെട്ടെന്ന് ലിപ്പ് ഇറിറ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം 8% അസ്കോർബിക് ആസിഡ് ഉണ്ട്. കാരണം ഹൈ കോൺസെൻട്രേഷൻ വിറ്റാമിൻ സി ആണ്, ലിപ്പിന് ഇറിറ്റേഷൻ വരും. സോ നിങ്ങൾക്ക് നോർമൽ ലിപ്പാണ്, എന്നാൽ ഡാർക്ക്നെസ് ഉണ്ട്, ചാപ്പോ അല്ല, ഡ്രൈ അല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഈ ലിപ്സ്റ്റിക് ഇട്ടിട്ട് തുടച്ച് കളയുന്ന ആൾക്കാരാണെങ്കിൽ, ലിപ്സ്റ്റിക് പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് തുടച്ച് കളയുന്ന ആൾക്കാരാണെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ നിൽക്കരുത്. കാരണം തുടയ്ക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന്, ലിപ്പിന്റെ സ്കിൻ കുറച്ച് ഭയങ്കര ചെറുതല്ലേ, അപ്പൊ അത് പെട്ടെന്ന് പീലാം. അപ്പൊ അങ്ങനെയുള്ള സ്കിന്നിൽ നമ്മൾ ഈ ലിപ് ബാം ഇടുമ്പോഴത്തേക്ക് ചെറിയ ഇറിറ്റേഷൻസ് വരും. കാരണം മുറിഞ്ഞിരിക്കുന്നിടത്ത് വിറ്റാമിൻ സി ഇട്ട ഇറിറ്റേഷൻ വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പ്രോപ്പറായിട്ട് ഡബിൾ ക്ലെൻസ് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ മൈൽഡായിട്ട് മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്യുകയാണെങ്കിൽ ചെറിയ മൈക്രോഫൈബർ ടവൽ കൊണ്ടോ അല്ലെങ്കിൽ പാഡ്സ് കൊണ്ടോ ഒക്കെയാണ് ഫേസ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ ഫൈൻ. അതല്ലാണ്ട് ലിപ്പ് ഇറിറ്റേറ്റ് ചെയ്യുന്ന ടൈപ്പ് തുടയ്ക്കുക, കടിക്കുക, ലിക്കിങ് പിന്നെയും കുഴപ്പമില്ല. പക്ഷെ അല്ലാണ്ട് എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഒക്കെ ലിപ്പിലുണ്ടെങ്കിൽ മിനിമലിസ്റ്റ് ഈ ഒരു ലിപ് ബാം നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ബേസിക്കലി പറഞ്ഞാൽ ഇതാണ് എൻ്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റൂട്ടീൻ. പിന്നെ ഞാൻ LED തെറാപ്പി ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനെപ്പറ്റി ഞാൻ പറയത്തില്ല. ഞാൻ ഡിസംബർ തൊട്ടാണ് യൂസ് ചെയ്തത്, പക്ഷെ കൺസിസ്റ്റന്റ് അല്ലാണ്ട് ഇടയ്ക്ക് ഞാൻ ഒന്ന് നിർത്തി. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ റിസൾട്ടിനെ പറ്റി ആധികാരികമായിട്ട് പറയാനുള്ള ടൈം ആവുന്നില്ല. കാരണം ഈവൻ ദോ
അതൊരു മൈക്രോഗ്രേഡ് ടെക്നിക്കാണ്. നമ്മൾ നല്ല ടൈം കൊടുത്താലേ നമുക്ക് അതിന്റെ റിസൾട്ട് മനസ്സിലാവാൻ പറ്റും. എനിക്ക് ചെറിയ ചെറിയ റിസൾട്ട് കിട്ടി തുടങ്ങിയില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് തോന്നുന്ന ആ ഒരു ലെവൽ റിസൾട്ട് കിട്ടിയിട്ട് ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വീഡിയോ തന്നെ ചെയ്യാം. അപ്പൊ അന്ന് ഞാൻ LED ടെക്നിക്കിനെ പറ്റി മാസ്കിനെ പറ്റിയും പറയാം. അതല്ലാണ്ട് ഇത്രയുള്ള എന്റെ നൈറ്റ് ടൈം, ഇത്രയാണ് എന്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റൊട്ടീൻ. റെഗുലർ ഡേയ്സിൽ ഞാൻ ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇനി അല്ലാണ്ട് ഞാൻ ചില ദിവസം ഞാൻ ഒന്നും ചെയ്യാല്ല, വെറുതെ ഡബിൾ ക്ലീൻസ് ചെയ്ത് മോയ്സ്ചറൈസർ ചെയ്ത് കിടക്കാവുന്ന ദിവസമുണ്ട്. ചില സമയത്ത് ഞാൻ കെമിക്കൽ പീൽ വരെ ചെയ്യുന്ന ദിവസമുണ്ട്. അത് കെമിക്കൽ പീലിന്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യാം. കെമിക്കൽ പീൽ ചെയ്യുന്ന ദിവസമുണ്ട്. പിന്നെ ചില ദിവസം ഞാൻ എന്താ പറയുന്നത്, വെറും മറ്റേ ഗ്ലൈക്കോളിക് ആസിഡ് വെച്ച് ഫേസ് വാഷ് ചെയ്ത് ഗ്ലൈക്കോളിക് ആസിഡ് വെച്ചിട്ടൊന്ന് ടോൺ അപ്പ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ ഇട്ട് കിടക്കുന്ന ദിവസമുണ്ട്. ഞാൻ ഷേവ് ചെയ്യുന്ന ദിവസമുണ്ട്. പക്ഷെ മെജോറിറ്റി ഓഫ് ദി ഡേയ്സിലും എന്റെ ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ ഇത് തന്നെയായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്കിൻ സൈക്ലിംഗ് ചെയ്യുന്ന ആളായതുകൊണ്ട് ആ നൈറ്റ് അനുസരിച്ച് ചെയ്യുന്ന നൈറ്റ് അനുസരിച്ച് ചില സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാറുണ്ട്. കാരണം എനിക്ക് ഷേവ് ചെയ്യുന്ന ദിവസം വിറ്റാമിൻ സി യൂസ് ചെയ്യാൻ പറ്റില്ല, കെമിക്കൽ പീൽ യൂസ് ചെയ്യുന്ന ദിവസം വിറ്റാമിൻ സി യൂസ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ യൂസ് ചെയ്യുന്ന ദിവസം വിറ്റാമിൻ സി യൂസ് ചെയ്യാറില്ല. അപ്പൊ ഈ 3 ദിവസം ഞാൻ പൊതുവെ വിറ്റാമിൻ സി അവോയ്ഡ് ചെയ്യാറുണ്ട് ഇൻ നോർമൽ റേഞ്ച്. ഞാൻ ഭയങ്കര ലേസി ആയിട്ടുള്ള ദിവസം, കാരണം ചിലപ്പം തളർന്ന് കിടക്കുന്ന ദിവസമാണെങ്കിൽ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്ത് അന്ന് ഞാൻ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യുന്ന ഫേസ് മോയ്സ്ചറൈസർ ക്ലേക്കോടെ ഒരു മോയ്സ്ചറൈസർ ഇട്ട് ലിപ് ബാം മുട്ടിട്ട് കിടക്കാറാണ് പതിവ്. സോ ഇതാണ് എന്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റൊട്ടീൻ. ഞാൻ മോർണിംഗിൽ പറഞ്ഞ പോലെ തന്നെ ഇത് എന്റെ സ്കിൻ കൺസേൺ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത എന്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റൊട്ടീനാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ സ്കിൻ കൺസേൺസ് ഇതായിരിക്കത്തില്ല. നമുക്ക് പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ഒക്കെ നടത്തിയിട്ട് നമ്മുടെ സ്കിൻ കൺസേൺസും ടൈപ്പും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ആവും. നിങ്ങൾ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് പറ്റിയ വീഡിയോസ് ഡെഫിനറ്റ്ലി കാണും. അഥവാ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞ് ഞാൻ ഡെഫിനറ്റ്ലി അതിനനുസരിച്ചുള്ള വീഡിയോ സ്കിൻ കെയർ റൊട്ടീനോ ചെയ്തും തരാം. നിങ്ങൾ കയറി നോക്കുക. ഇല്ലെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞ് നമുക്ക് ചെയ്യാം. അതല്ല നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോസ് കാണുമ്പോൾ ഡെഫിനറ്റ്ലി ഡൗട്ട്സ് വരും. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഞാൻ കമന്റ് ബോക്സിൽ ആൻസേഴ്സ് തന്നില്ലെങ്കിൽ Q&A തന്നെ തരാറുണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് ഫോം വീഡിയോസിൽ അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാറുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ആ വീഡിയോസ് കണ്ടു നോക്കുക. കൺസേൺസ് ഉണ്ടെങ്കിൽ അവിടെ തീർക്കാനും ശ്രദ്ധിക്കുക. അപ്പൊ ഇതുപോലത്തെ വീഡിയോ ആയിട്ടല്ല ട്യൂസ്ഡേ തേഴ്സ്ഡേ സൺഡേസിലുമാണ് ഞാൻ വരുന്നത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.